ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലാട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര രൂപ പോകും? താറാവ് ഒന്നിന് ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടന്റെ വരുന്നുണ്ട് അല്ലേ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ? സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്. ഇതിന്റെ കോഴിമുട്ട തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു, അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കുന്നത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് ഇന്ന് ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബ്രൂഡർ സെറ്റ് ചെയ്തെടുത്ത വീഡിയോ. ഇതിനായി നമുക്ക് അത്യാവശ്യം ബലമുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ കാല് സ്ലിപ്പ് ആവാതിരിക്കാനായി ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടി ബോക്സിനടിയിൽ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ പഴയ ഫിലമെന്റ് ബൾബ് ഒരെണ്ണം എടുത്ത് അതിലേക്ക് ഒരു കാർഡ്ബോർഡിന്റെ പീസ് വെച്ച് ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഏതാണ്ട് കുഞ്ഞുങ്ങൾക്ക് 1 വാട്ട്സ് എന്ന കണക്കിൽ 60 വാട്ട്സിന്റെ ബൾബാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ബൾബ് തൂക്കിയിടാനായി ബോക്സിന് കുറുകെ ഒരു കമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 അടി ഉയരത്തിലാണ് നമ്മൾ ബൾബ് വെച്ച് കെട്ടിയിരിക്കുന്നത്. പിന്നെ ബ്രൂഡർ പെട്ടെന്ന് വൃത്തിയേടാതിരിക്കും ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നതാവും നല്ലത്. കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡറിൽ ഇറക്കിയ ശേഷം അവർക്ക് കഴിക്കാനായി നല്ല കമ്പനിയുടെ സ്റ്റാർട്ടർ തന്നെ കൊടുക്കേണ്ടതുണ്ട്. തണുപ്പുള്ള സമയങ്ങളിൽ ചൂട് കുറവാണെന്ന് തോന്നിയാൽ ബോക്സിന് മുകളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടച്ചു വെച്ചാൽ മതി. ഈ തവണ നമ്മൾ ഇൻക്യുബേറ്ററിൽ അടവച്ച 60 മുട്ടകളിൽ 51 കുഞ്ഞുങ്ങളും വിരിഞ്ഞു കിട്ടിയിരുന്നു. പിന്നെ ആരെങ്കിലും നല്ല റിസൾട്ട് ഉള്ള ഇൻക്യുബേറ്റർ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 1 മെസ്സേജ് അയച്ചാൽ മലപ്പുറം കോട്ടക്കലുള്ള നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.